അപ്പോൾ ഇന്ന് ഊണിനൊപ്പം ഉണ്ടായിരുന്ന കറികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ രീതിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആവോലി മീൻകറിയും മീൻ വറുത്തതും പിന്നെ പടവലങ്ങ തോരനും ചുരക്കയും പരിപ്പും കൂടി കറി വെച്ചതും ആയിരുന്നു ചോറിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തൃശ്ശൂർ രീതിയിലുള്ള ആവോലി മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 25 ചുവന്നുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചതച്ചത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോള എടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചുവന്നുള്ളിയാണ് ടേസ്റ്റ്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ 2 പീസ് കൊടംപുളി കുറച്ച് നേരം വെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്, അതും ചേർത്ത് കൊടുത്തു. പിന്നെ പകുതി മുറി തേങ്ങയുടെ പാല്, 1-ാം പാലും 2-ാം പാലും എല്ലാം ചേർത്തിട്ടാണിത് എടുത്തിരിക്കുന്നത്. അതായത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചിട്ട് പിന്നെ കുറച്ചും കൂടെ വെള്ളമൊഴിച്ച് ബാക്കി പാലും കൂടെ പിഴിഞ്ഞെടുത്ത് എല്ലാം കൂടി ഒന്നിച്ചാക്കിയത് ഇതിലേക്ക് ചേർത്ത്. അതായത് അവസാനം തെമ്പാൽ ചേർക്കുന്നില്ലെന്നർത്ഥം. എല്ലാ പാലും കൂടി ഒരുമിച്ച് ഇപ്പോൾ ചേർത്തു. പിന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ നിറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ചേർക്കേണ്ട വരും, പക്ഷെ ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്തു. പിന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. തേങ്ങാപ്പാലിന് പുറമെ കുറച്ചുകൂടെ വെള്ളവും ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിതൊന്ന് തിളച്ച് ഒന്ന് വറ്റിയതിന് ശേഷമായിട്ട് മീൻ കഷ്ണങ്ങളിടുക. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഓയിൽ ചേർക്കാത്തത് കൊണ്ട് ഇപ്പം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. നമുക്ക് മീൻ വറുക്കാൻ പരട്ടി വയ്ക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു മീൻ വറുക്കാൻ ആണ് ഞാൻ ഇപ്പോൾ പരട്ടാൻ പോകുന്നത്. അതിൻ്റെ മസാലയാണ്. അപ്പോൾ അതിന് നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്, അപ്പോൾ അതുകൊണ്ട് എരിവ് കുറവായതുകൊണ്ട് ഞാൻ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഓരോ മീനിൻ്റെ പീസിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് പിന്നീട് മിക്സ് ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കും. പിന്നെ ഞാൻ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, അതായത് ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇതേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് വീട്ടിൽ. നമുക്ക് അതില്ലാത്തവർക്കാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ച് ചേർക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. നമ്മൾ വെള്ളം ചേർത്തിട്ടല്ല മിക്സിന്, കാരണം ഓൾറെഡി മീനൊക്കെ കഴുകുമ്പോൾ അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പിന്നീട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പച്ചമുളക് നന്നായി ചതച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാതും കൂടി ഒരുമിച്ച് അരച്ച് ഒരു മസാലയാക്കിയിട്ട് നമുക്ക് മീനിലൊക്കെ പുരട്ടാം. പക്ഷെ ഞാൻ ഇത് എളുപ്പപ്പണി ചെയ്യുന്നതാണ് കേട്ടോ ഈ മീൻ വറുക്കൽ. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി വെച്ചപ്പോൾ അതിൽ കുറച്ച് ഉപ്പുണ്ട്, ഉപ്പ് ചേർത്തിട്ടാണ് അരച്ച് വെച്ചത്. അതുകൊണ്ട് ഞാൻ ഉപ്പ് പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇടിച്ച മുളകാണ്. ഇടിച്ച മുളകും ഏകദേശം 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് ശരിക്കും കറക്റ്റ് പാകമാണ്, എരിവ് കൂടുതലൊന്നുമില്ല. പിന്നെ നമ്മളിതെല്ലാതും കണ്ടോ, ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ആ വെളിച്ചെണ്ണയും പിന്നെ അതിൻ്റെ നനവും കൂടി തന്നെ പാകത്തിന് നമുക്ക് മസാല പുരട്ടാൻ ആവശ്യമുള്ള വെള്ളം അതിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് പുരട്ടി 10-15 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ, ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ അതിനിടയിൽ നമ്മൾ മീൻ നോക്കണം. അപ്പം മീൻ കഷ്ണങ്ങൾ നമ്മൾ ചേർത്തിട്ടില്ല, അപ്പോൾ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്തിട്ട് ഒന്ന് തിളച്ച ഉടനെ സിമ്മിൽ വെച്ചിട്ട് വേണം പിന്നീട് ഇത് വറ്റി വരാൻ. വറ്റി ഇങ്ങനെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരണം. കുറച്ച് സമയമെടുത്തിട്ട് വേണം ഇത് വറ്റി വരാൻ. അപ്പോൾ അതിനിടയിൽ നമുക്ക് തോരൻ വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തു. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് പടവലങ്ങ തോരനാണ്. അപ്പോൾ നമുക്ക് പടവലങ്ങ വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. എന്നിട്ട് ആദ്യം ഈ പടവലങ്ങ ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട്
ഒന്നിങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അടിഭാഗം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് വരും. അപ്പോൾ ആ പാകം വരെ നമ്മൾ പിന്നെ ഇളക്കാൻ പാടില്ല. പെട്ടെന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പടവലങ്ങ പൊടിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് നല്ല ഇങ്ങനെ മൊരിഞ്ഞ പോലെ കിട്ടണം, നല്ല ടേസ്റ്റ് അങ്ങനത്തെയാണ് തോരൻ. അപ്പോൾ ഒന്നിങ്ങനെ ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്ക് ഇനി ഇളക്കിയാലും ഇത് പൊടിഞ്ഞു പോവില്ല. എന്നിട്ട് പടവലങ്ങ വെന്ത് തുടങ്ങുമ്പോൾ, അതായത് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വേവാകുമ്പോഴാണ് നമ്മളിതിലേക്ക് ചുവന്നുള്ളിയോ സവോളയോ എന്താണെന്ന് ചേർക്കുന്നത്. അതിനിടയിലിടയ്ക്ക് നമ്മൾ മീനൊന്ന് ശ്രദ്ധിക്കണം, ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ കയ്യിൽ സ്പൂണൊന്നും ഇട്ട് കൊടുക്കരുത്, അപ്പോൾ നമ്മുടെ മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇപ്പോൾ ഒരു 3/4 ഭാഗം പടവലങ്ങ വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ചേർത്തിരിക്കുന്ന ഒരു സവോളയാണ്. സവോളയാണെങ്കിൽ ചുവന്നുള്ളിനേക്കാളും ഇങ്ങനെയുള്ള തോരനിൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒരു സവോള ചേർത്ത് കൊടുത്തു. ഇനി ഈ സവോളയും ഒന്ന് മൊരിഞ്ഞ് വരണം. അതോടൊപ്പം ബാക്കി വേവും കൂടെ, അതായത് പടവലങ്ങ മുഴുവനും വെന്തിട്ടില്ല. അപ്പോൾ നമുക്ക് ബാക്കി വേവ് കൂടെ ഈ സവോളയുടെ ഒപ്പം കിടന്ന് നമ്മുടെ പടവലങ്ങ വേവണം. അങ്ങനെ വെന്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം കരിഞ്ഞു പോകും. അപ്പം നമ്മുടെ പടവലങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ ഈ രീതിയിൽ തന്നെ പലതരം തോരൻ വെച്ചിട്ടുണ്ട്. ഇത് സെയിം ഉണ്ടാക്കുന്ന രീതി തന്നെ, പക്ഷേ പടവലങ്ങയ്ക്ക് പകരം കോവയ്ക്ക, പിന്നെ വഴുതനങ്ങ, കൈപ്പയ്ക്ക അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒക്കെ നല്ല ടേസ്റ്റ് കേട്ടോ, അതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് പാകമായപ്പോൾ ഞാൻ അതിലേക്ക് 2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുത്തു. അതായത് ക്രഷ്ഡ് ചില്ലി തന്നെ കേട്ടോ നല്ലത്. മുളക് പൊടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോരനൊന്നും അത്ര രുചിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ രീതിയിൽ തോരൻ വയ്ക്കുമ്പോൾ എപ്പോഴും ക്രഷ്ഡ് ചില്ലിയാണ് നല്ലത്. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഉപ്പ് ചേർക്കാതെ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് ചേർത്താൽ പിന്നെ ആ വെള്ളം ഇറങ്ങി വന്നിട്ട് ആ വെള്ളത്തിലായിരിക്കും ഇത് വേവുക. അപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എത്ര ചാറ് വേണമെന്ന് വെച്ചാൽ അതിൻ്റെ പാകത്തിനാക്കാട്ടോ. അപ്പോൾ നമ്മൾ ഈ മുളക് മൂത്തതിന് ശേഷമാണ് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കണം. തോരനാണല്ലോ. പിന്നെ നമ്മൾ കറിവേപ്പില ചേർത്തിട്ടില്ല. അത് വേണമെങ്കിൽ ആദ്യം ചേർത്ത് കൊടുക്കാം കേട്ടോ, ഞാൻ ചേർത്തിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ആ കറിവേപ്പില ഒന്നിങ്ങനെ മൊരിഞ്ഞ് വരണമെന്നേ ഉള്ളൂ. ഇപ്പം നമ്മുടെ മുളകും നമ്മൾ ചേർത്തത് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ചേർത്തിട്ട് ഉടനെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യരുത്. ഈ തേങ്ങയും ഒന്നിങ്ങനെ മുരിഞ്ഞ് വരണം. അതാണ് നമ്മുടെ തോരന് രുചി കൂടുതൽ. അതായത് നമ്മൾ ഇളക്കി ചിരകിയ തേങ്ങയും ഒന്നിങ്ങനെ മൊരിച്ച് എടുക്കണം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇളക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് പോലെ തോന്നും ഈ തോരൻ, കാരണം മൂടി വെച്ച് വേവിക്കല്ലല്ലോ. പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൂടി വെച്ച് വേവിക്കുന്ന തോരനേക്കാളും വളരെ വളരെ ടേസ്റ്റാണ് നമ്മൾ ഈ രീതിയിൽ പടവലങ്ങ തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ പടവലങ്ങ തോരനും റെഡിയായി. തൃശ്ശൂർ രീതിയിലുള്ള മീൻകറി ആയതുകൊണ്ട് തന്നെ അത് ഉള്ളി കാച്ചണം. അപ്പോൾ അത് ഉള്ളി കാച്ചിയതിന് ശേഷം നമുക്ക് മീൻ മസാല പരട്ടിച്ചിട്ടുണ്ട്, അത് വറുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ചുവന്നുള്ളി വേപ്പിലയും ചേർത്ത് കൊടുത്ത് ഉള്ളി കാച്ചാൻ എപ്പോഴും ഉള്ളി തന്നെ എടുക്കണം കേട്ടോ. സവാള അത്ര ടേസ്റ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ഉള്ളി നന്നാക്കൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയാലും നമ്മൾ ഉള്ളി തന്നെ കാച്ചണം. ഉള്ളിയും വേപ്പിലും കൂടി. ചിലർ ഉള്ളി കാച്ചി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി കൂടി എടുത്തിട്ട് ആ മീൻകറിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. നമ്മളതൊന്നും ചെയ്യുന്നില്ല. ഈ ഉള്ളി കാച്ചിയത് അങ്ങനെ തന്നെ നമ്മൾ മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ചുവന്നുള്ളി ആ മുരിഞ്ഞിട്ടുള്ള മണം, കറിവേപ്പില മൂത്ത മണമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറിക്ക് ഭയങ്കര ടേസ്റ്റ് കൊടുക്കും. നല്ല രുചിയായിരിക്കും ഈ മീൻകറി. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ മീൻ വറുക്കാം. നമ്മൾ മസാല വരട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അപ്പോൾ ഇതെപ്പോഴും നമ്മൾ മീൻ വറുക്കുമ്പോൾ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ കടകളിലൊക്കെ കിട്ടുമ്പോൾ ഒരു ഈസി ആയിട്ട് പെട്ടെന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്യും. പക്ഷെ ശരിക്കും ഈ ചിക്കനും മീനൊക്കെ വറുക്കുമ്പോൾ എപ്പോഴും കുറച്ച് സമയം എടുത്തിട്ട് നമ്മൾ വറുക്കുന്നതാണ് നല്ലത്. അതായത് കുറച്ച് എണ്ണ ഒഴിച്ച് ഇറച്ചിയോ മീനൊക്കെ വെച്ച് നമ്മൾ
ഒരു ഭാഗമാകുമ്പോൾ മറച്ചിട്ട് അങ്ങനെ സമയമെടുക്കുമ്പോൾ മസാലയൊന്നും കരിയില്ല. മസാലയൊക്കെ കറക്റ്റ് ഇങ്ങനെ മൊരിഞ്ഞ് വരും. പിന്നെ ഉള്ളൊക്കെ നല്ല പാകത്തിന് വെന്ത്, അല്ലെങ്കിൽ എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളങ്ങനെ വേവൊന്നുമില്ല. ചിലപ്പോൾ പുറം ഭാഗം കരിയും, ചിലപ്പോൾ ഉള്ളും പുറം ഭാഗമൊക്കെ നല്ല മൊരിഞ്ഞും. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ മീൻ വറുത്തത് രസം ഉണ്ടാവില്ല. ചിലപ്പോൾ ഈ പുറത്തെ മസാലകളൊക്കെ വിട്ടുപോകും. പിന്നെ അതിന് വേണ്ടിയിട്ട് വല്ല മൈദയോ റവയോ അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളയോ ഒക്കെ നമ്മൾ എക്സ്ട്രാ മസാലകളൊക്കെ ചേർക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ മീനിൻ്റെ മസാലയുടെ രുചി കുറയ്ക്കുക ചെയ്യുക. അങ്ങനെ ഓരോന്ന് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മസാല എണ്ണയായിട്ട് തന്നെ പൊതിഞ്ഞിരിക്കുമ്പോഴാണ് ആ മീൻ വറുത്തത് രുചി. ഇപ്പോൾ നമ്മളൊരു ഭാഗമായി മറിച്ചിട്ടു, മറ്റേ ഭാഗവുമായി നമ്മൾ ഒരുപാട് മൊരിയിക്കണമൊന്നുമില്ല, പാകത്തിനെ മൊരിയിക്കണുള്ളൂ. അപ്പോൾ നമ്മളെ മീൻ വറുത്തതും നമ്മൾ കോരി മാറ്റി. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ആവോലി എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ്. അപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോഴും മറിച്ചിടുമ്പോഴൊക്കെ വളരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉള്ള മീനാണ് നമ്മുടെ ആവോലി മീൻ. അപ്പോൾ നമ്മുടെ മീൻ വറുത്തതും റെഡി. ഇനി ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പ് വേവിച്ചിട്ട് അതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് ചുരക്കി കൂടെ വേവിച്ച് അത് വെന്ത് കഴിയുമ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കടുക് പൊട്ടിക്കുന്ന കറിയാണ് പിന്നെ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ ഊണ് റെഡി.